വറ്റലുകളാണ് നിങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നത്. അതിനു വേണ്ടി ഞാനൊരു 1/2 കിലോ കോവക്ക എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരുപാട് കോവക്ക ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ ഉണക്കി സൂക്ഷിക്കാം. വളരെ ടേസ്റ്റിയാണ്. എല്ലാത്തിനേക്കാളും നല്ലത് കോവക്ക വറ്റലാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ കോവക്ക ഇതുപോലെ നീളത്തിൽ ആണ് മുറിച്ചിട്ടുള്ളത്. അതുകൂടാണ്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനമാണ് വേണ്ടത്. ഇതെല്ലാം ഇട്ട് യോജിപ്പിച്ച് നമുക്ക് വെയിലത്ത് വെച്ചിട്ട് നന്നായി ഉണക്കി കുപ്പിയിലിട്ടിട്ട് സൂക്ഷിക്കാം. നമുക്ക് എപ്പോഴാണ് ആവശ്യം എന്ന് വെച്ചാൽ അപ്പോഴെടുത്തിട്ട് ചോറിൻ്റെ സൈഡായിട്ട് വറുത്ത് പപ്പടം ഉപയോഗിക്കുന്ന പോലെ തന്നെ വറ്റലുകളും ഉപയോഗിക്കാവുന്നതാണ്. കോവക്കയിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. അതേപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം, ഒരാളെ എരിവിനനുസരിച്ച്. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കാം. ഇപ്പം ഞാൻ കോവക്ക അടുപ്പത്ത് വെച്ചേക്കുവാണ്. അതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ചെറിയ തീയിലാണ് വേവിക്കേണ്ടത്. ഒരു 2-3 മിനിറ്റ് വേവിച്ചാൽ മതി. ഞാനതിനൊരു മൂടി വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ 1-2 പ്രാവശ്യം കുലുക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാം. വഴുതനങ്ങയും ഇതുപോലെ തന്നെ ഞാൻ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് കുഴച്ചിട്ട്, വെള്ളം ചേർക്കാൻ പാടില്ല, വെള്ളം ചേർക്കാതെ തന്നെ വേവിക്കാം നമുക്ക് ചെറിയ തീയിൽ. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും. അത്രേ വേണ്ടു. ഇനി ഞാനിതാപ്പോൾ അത് വേവിച്ച് കഴിഞ്ഞ് അത് ഇനി ഞാൻ മുറത്തിലേക്ക് ശരിയാണ്. വഴുതനങ്ങയും വേവിച്ചു. അതും ഞാൻ ഇതേപോലെ തന്നെ മുറത്തിലേക്ക് ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കുവാന്ന്. മുറത്തിൽ തന്നെ വേണമെന്നില്ല, വല്ല പായൽ ഓലപ്പായ കിട്ടൂലേ, അതിൽ ഉണക്കിയാലും മതി. ഇപ്പം നല്ല വെയിലുള്ളതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഒരിക്കലും മറക്കാതെ ചെയ്യേണ്ടത്, വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇത് ശരിക്കും ഉണങ്ങിയിട്ടില്ലെങ്കിൽ അതെടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് പിറ്റേ ദിവസം ആദ്യം ഉണക്കുക. അങ്ങനെ ഒരു 2-3 വെയിൽ കൊള്ളുമ്പോഴേക്കും ഇത് ശരിക്കും ഉണങ്ങി കിട്ടും. ഇനി ചൊരക്കയും കൂടി ഞാൻ ഇതുപോലെ വേവിച്ചിട്ട് ഉണക്കാൻ വെക്കും. കരണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കോവക്ക ഉണക്കിയത് ഇടുവാണ്. ഈ പാകത്തിൽ വറുത്തിട്ട് കോരണം. ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതും കൂടി വറുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. വറ്റലുകളെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചോറിൻ്റെ സൈഡായിട്ട് ഉപയോഗിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ട്രൈയും ചെയ്യണം.